all, Assalamu alaikum. What's up? I hope you're doing great. Welcome back to my YouTube channel. നമ്മുടെ 90 ഡേയ്സ് റീസെർച്ച് ചാലഞ്ച് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും ചെയ്ത് ഒരേപോലെ എല്ലാവരും അതിൻ്റെ പാർട്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കാരണം എനിക്ക് DMs ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ എസ്പെഷ്യലി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ നമുക്കിത് ഒരുമിച്ച് ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു യു ഓൾസോ. ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇടുന്നത് ഒരു ചട്ടിച്ചോറ് ബേസ്ഡ് വീഡിയോ ആണ്. അതായത് എനിക്കൊരു PR വന്നിട്ടുണ്ടായിരുന്നു. അവരയച്ചുന്ന പ്രോഡക്ട്സിനൊന്ന് നിങ്ങൾക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ചട്ടിച്ചോറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ചട്ടിച്ചോറ് കേട്ടോ. നമ്മളിവിടെ ആലത്തിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മളെ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു സ്ഥലത്ത് ഉറി എന്ന് പറഞ്ഞിട്ട് ചട്ടിച്ചോറ് മാത്രം കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ പോകുമായിരുന്നു. കാരണം അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചട്ടിച്ചോറ്. അത് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഐറ്റംസിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് 2 ഐറ്റംസ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. ഞാൻ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ ചട്ടിച്ചോറിന് വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞത് 2 തരം ഉപ്പേരി ആയിരുന്നു മെയിൻലി. അത് ഒന്ന് നമ്മുടെ പയറും പച്ചക്കായും വെച്ചിട്ടുള്ള ഉപ്പേരി, പിന്നെ ഒന്ന് മലായി ചീര എന്നാണ് നമ്മളവിടെ പറയാം. നിങ്ങളെ ഏരിയയിൽ എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. ഈ ഒരു പ്രത്യേക തരം ചീരയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എപ്പോഴും നമ്മുടെ പറമ്പിലൊക്കെ തോനുള്ള ഒരു തരം ചീരയാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് മെയിനായിട്ടുള്ളത്, 2 ഉപ്പേരി. എനിക്ക് ഉപ്പേരി ഭയങ്കരമായിട്ട് വെറുതെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതായത് നമ്മൾ ചോറിന് കൂടെ അല്ലാണ്ട് കഴിക്കുന്നത്. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഈ ഉപ്പേരികൾ ചോറിൻ്റെ കൂടെ അല്ല. ചോറിൻ്റെ കൂടെ അല്ലാണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തീൻ്റെ കൂടെ ഏത് ഉപ്പേരി കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. അത് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലീസിലൊക്കെ പറയും അത് എങ്ങനെയാണ് അത് കഴിക്കുന്നതെന്ന്. പക്ഷേ ടു ബി ഹോണസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പേരിയും നമ്മൾ ഈ ചപ്പാത്തിയും കൂടെ കൂട്ടി കഴിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി ബീട്രൂട്ട്, അതേപോലെ നമ്മൾ ചീരവർഗ്ഗങ്ങളുണ്ടല്ലോ, ചീര, അതേപോലെ മുരിങ്ങയില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. താമരശ്ശേരി ഉമ്മനോട് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഉമ്മയും കഴിക്കലുണ്ട്, ഉമ്മക്കും നല്ല ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മക്കാണ് ഇഷ്ടം എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീട്ടിലെ ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷെ വീട്ടിലെ കാര്യം ഇല്ലാണ്ട് പുറത്തൊരാളോട് പറയുമ്പോൾ എല്ലാവരും എന്ത് വിയേർഡ് കോമ്പിനേഷനാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു കൊളാബ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം ഇതിലൊരു ഞാൻ കേൾക്കാത്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇവരെനിക്ക് സെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞത് കരിനെല്ലിക്ക അച്ചാറും അതേപോലെ ഡ്രൈഡ് പ്രോൺസ് റോസ്റ്റും ആണ്, നമ്മളെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ ഈ ഉണക്കച്ചെമ്മീൻ എന്ന് പറഞ്ഞതിൻ്റെ ആ സ്മെല്ലും കാര്യം കൊണ്ട്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്, അതിൻ്റെ ചമ്മന്തിയൊക്കെ. അപ്പോൾ ഈ കരിനെല്ലിക്ക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവരെനിക്ക് അതിൻ്റെ കോൺസെപ്റ്റ് അയച്ചു തന്നത്, ലൈക്ക് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിത് ഉണ്ടാക്കുന്നത് കരിനെല്ലിക്കയും കാന്താരിമുളകും കറിവേപ്പിലയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പേജിലൂടെ നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു നാടൻ ശൈലിയിൽ നമ്മളെ മൺകലത്തിൽ അടുപ്പിലൊക്കെ വെച്ചിട്ടാണ് അവരിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഒരു സ്മോക്കി ടേസ്റ്റ് ആവുമല്ലോ. നമുക്ക് അടുപ്പത്ത് വെച്ച സാധനങ്ങൾക്ക് വേറെ തന്നെ ഒരു രുചിയാന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം കിട്ടി. നമ്മളിത് ചട്ടിച്ചോറിൻ്റെ ഒപ്പം പിക്കിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഉണക്കച്ചെമ്മീൻ ഞാൻ പറഞ്ഞിരുന്നു എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം, പക്ഷെ ഇത് ഞാൻ കൂട്ടി. കാരണം നല്ല ക്രിസ്പിയും നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെ ഡ്രൈ പ്രോൺസ് റോസ്റ്റ് ആയിരുന്നു. കാരണം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ചട്ടിച്ചോറിൽ അത് മാത്രം, ലൈക്ക് ചട്ടിച്ചോറിനല്ല, നമ്മൾ
നമ്മൾ സാധാ ചോറിൽ ഈ ഒരു ഡ്രൈ പ്രോൺസ് റോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റുമെന്ന് ഫീൽ ചെയ്ത്. കാരണം നല്ല ടേസ്റ്റ്. എന്തായാലും അത് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ കരിനെല്ലിക്ക എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടേസ്റ്റാണ് അതിനുള്ളത്. അപ്പോൾ അതും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാൻ ഓൾസോ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കാരണം എനിക്കിതിവിടെ ഷെയർ ചെയ്യാൻ തോന്നിയത് എന്തോ എനിക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് രണ്ടിലും ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇത് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് എൻ്റെ. കാരണം നമ്മളെ നാട്ടിൽ, ഇനി ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തതാണോന്ന് അറിയില്ല, കരിനെല്ലിക്ക അങ്ങനെ ഒരു ഫെമിലിയറൈസ് ചെയ്യുന്ന സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റിനോടൊരു പുതുമ തോന്നി. അതേപോലെ അവരുടെ ക്വാളിറ്റി ആയാലും നല്ല ക്വാളിറ്റിയിലാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കരിനെല്ലിക്ക കഴിക്കുമ്പോൾ നമുക്കൊരു സ്മോക്കി ഫ്ലേവറാണ് ഫസ്റ്റ് തന്നെ കിട്ടുക. ഈ മേ ബി അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നുണ്ടാവാം. പിന്നെ അതിന് നമ്മളെ കരിനെല്ലിക്ക നല്ല എരിവുണ്ട്, കാന്താരീൻ്റെ നല്ല എരിവും നെല്ലിക്കൻ്റെ ആ ചവർപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 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 കോംബോ, ഒരു പ്രത്യേക ഒരു തരം കോംബോ ആണ്. അത് നമുക്ക് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എനിവേസ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് അസംബിൾ ചെയ്യുന്നതും ഒക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഷോർട്സിൽ ലിമിറ്റഡ് ആണല്ലോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ചെയ്യാം. പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാണ് അവരുടെ പ്രോസസ്സെന്നും അവരുടെ ഇൻസ്റ്റൻ്റെ കുറച്ച് ഷോർട്സ് ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. ഓൾസോ ഈ പ്രോൺസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല സൈസൊക്കെ ഉണ്ടായിരുന്നു പ്രോൺസിന്. അതേപോലെ ഭയങ്കര ഒരു നല്ല എരിവാട്ടോ അവരതിൽ, നല്ല എരിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഫീൽ ചെയ്യും. ഓൾസോ ഭയങ്കര ക്രിസ്പിയാണ്, നല്ല കറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് പ്രോൺസ്, അതായത് ഈ ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇത് കഴിച്ചെന്നുള്ളതാണ്. കാരണം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ട് ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ ഇതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. എന്തായാലും ചട്ടിച്ചോറിൽ നിന്നല്ല സാധാ ചോറിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ അവർ മെയിനായിട്ട് 2 രീതിയിൽ ഇത് കഴിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അതായത് നമ്മുടെ സാധാ ചോറ്, തൈര്, ഈ കരിനെല്ലിക്ക അച്ചാർ, അതൊരു വലിയ കോമ്പിനേഷനാണ്, ഒരു കോംബോ ആണ്. പിന്നെയെന്ന് പറഞ്ഞത് കോഴിമുട്ട പുഴുങ്ങിയതിൽ സ്റ്റഫ് ചെയ്തിട്ട് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു വിയേർഡ് കോമ്പിനേഷനായി തോന്നും, പക്ഷെ അത് രസമുണ്ട്. നമ്മൾ ഈ കോഴിമുട്ട പുഴുങ്ങിയതിൽ ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കൂലേ, ആ ഒരു ഫീലാണ് അതിനുള്ളത്. പിന്നെ ഈ കരിനെല്ലിക്കൻ്റെ ടേസ്റ്റും ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് വരുമ്പോൾ ചിലർക്ക് ആ കോംബോ നല്ല ഇഷ്ടപ്പെട്ടെന്ന് വരും. സോ എനിവേസ് ചെക്ക് ഔട്ട് ദിസ് പേജ് ആൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടം. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഈ ഒരു പ്രോഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ. പിന്നെ മറക്കരുത് നമ്മുടെ 90 ഡേയ്സ് റീസെർച്ച് ചാലഞ്ച് ആരും മിസ് ചെയ്യാൻ. 90 ഡേയ്സ് കൊണ്ടുപോയിട്ട് പുതിയ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ബി ദ ബെസ്റ്റ് ഓഫ് യുവർ സെൽഫ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.